തിരുവനന്തപുരം നഗരസഭയിലെ കണ്ണായ വാർഡാണ് കണ്ണമ്മൂല. ഹൃദയഭാഗത്താണ് കണ്ണമ്മൂല. ഈ കണ്ണമ്മൂല വാർഡിൽ ഇക്കുറി അപരന്മാരുടെ ശല്യമാണ്. എന്തുകൊണ്ടാണ് ഈ അപരന്മാരെന്ന് അന്വേഷിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അവിടെ മാധ്യമപ്രവർത്തകനും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയും പ്രസിഡന്റുമായൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭയായ പാറ്റൂർ രാധാകൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. പാറ്റൂരിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് അവിടുത്തെ മുക്കും മൂലയും ഒക്കെ കാണാപ്പാടമാണ്. പിന്നെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയുകയും ചെയ്യാം. അവിടെ ഒരു ആവശ്യം വന്നാൽ സ്വന്തം വീട്ടുകാരുടെ അത്യാവശ്യങ്ങൾ പോലും മാറ്റി നിർത്തി ഈ സമൂഹത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും അഹോരാത്രം കഷ്ടപ്പെടുകയും ആളുകൾക്ക് വേണ്ടി ഇറങ്ങി ഓടുകയും ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ മത്സരിക്കണമെന്ന് കണ്ണമ്മൂലയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. കണ്ണമ്മൂലയിലെ ജനങ്ങളാണ് രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏത് രാധാകൃഷ്ണനെ? പാറ്റൂർ രാധാകൃഷ്ണനെ. അദ്ദേഹം വളരെ നേരത്തെ തന്നെ പ്രചരണമൊക്കെ തുടങ്ങി. കൺവെൻഷനുകൾ, കുടുംബയോഗങ്ങൾ, അങ്ങനെ വളരെ അച്ചടക്കമുള്ള ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി എങ്ങനെയാണ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാരെയും നേരിട്ട് അറിയാവുന്ന വ്യക്തി കൂടിയാണ് രാധാകൃഷ്ണൻ. അങ്ങനെ ഓരോ ആളുകളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ച് വോട്ടുറപ്പാക്കി മുന്നോട്ട് പോയ രാധാകൃഷ്ണൻ വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോഴാണ് മുന്നണി രാഷ്ട്രീയത്തിലെ അടുത്ത തന്ത്രങ്ങൾ മെനയുന്നത്. ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഇനി BJP മുന്നണി, ദേശീയ ജനാധിപത്യ സഖ്യമാണെങ്കിലും കൃത്യമായി രാധാകൃഷ്ണനെ ആപ്പ് വയ്ക്കുക, പാര വയ്ക്കുക, രാധാകൃഷ്ണന്റെ വിജയത്തെ തടയുക എന്ന് പറഞ്ഞ മറു സൈഡിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവർ ചെയ്തത് രാധാകൃഷ്ണന് എതിരെ അപരനാമത്തിൽ 4 പേരെ കൂടി സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ ടോട്ടൽ കണ്ണമ്മൂല വാർഡിൽ മാത്രം 5 രാധാകൃഷ്ണന്മാരാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. ഇതിൽ ഒറിജിനൽ സ്വതന്ത്രൻ മൊബൈൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാറ്റൂർ രാധാകൃഷ്ണനാണെന്ന് ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യാം. എന്തിനാണ് ഈ S രാധാകൃഷ്ണൻ, AL രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ നായർ, ഒരു R രാധാകൃഷ്ണൻ, ഇങ്ങനെ 4 രാധാകൃഷ്ണന്മാർ? ഞാൻ ആ ഭാഗത്തൊക്കെ പോയി. പോസ്റ്ററുകൾ പോലും ഇല്ല ഈ 4 രാധാകൃഷ്ണന്മാർക്കും. പോസ്റ്ററുകളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ബാലറ്റ് പേപ്പർ നോക്കുമ്പോൾ, വോട്ടിംഗ് മെഷീനിൽ നോക്കുമ്പോൾ രാധാകൃഷ്ണന്മാർ 4 പേര് നിരന്ന് കിടക്കും, 5 പേര് നിരന്ന് കിടക്കും. ഇതിനകത്ത് ഏത് രാധാകൃഷ്ണനാണ് നമ്മുടെ ഒറിജിനൽ സ്വതന്ത്രൻ? സ്വതന്ത്ര മുന്നേറ്റം കണ്ണമ്മൂലയ്ക്ക് വേണമെന്നും സ്വതന്ത്രമായ വികസനം കണ്ണമ്മൂലയ്ക്ക് വേണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രചരണം നയിക്കുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സതീഷ്, NCPയുടെ സതീഷിനെയും അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായ സോണി സിറ്റിയെയും ഒക്കെ ബഹുദൂരം പിന്നിലാക്കി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഈ പാറ്റൂർ രാധാകൃഷ്ണൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈ സമ്മതിദായകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ബുദ്ധിമുട്ടാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിലെ ഞാൻ പറഞ്ഞ ഈ ഒരു പാര എന്ന് പറയുന്നത്. ഈ പാര കാരണം പാറ്റൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇപ്പോൾ പ്രചരണം നയിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണുമല്ലോ. ഒരു സ്വതന്ത്രനെ ഒതുക്കാൻ മുന്നണികൾ ഇത്രമാത്രം അപരന്മാരെ വയ്ക്കുന്ന കാഴ്ച തലസ്ഥാന നഗരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രവും ഇല്ല. ഇനി വിമതശല്യം ആർക്കൊക്കെയാണ്? ഇടതുമുന്നണിക്കുണ്ട് വിമതശല്യം. ഉള്ളൂര് ഇടതുമുന്നണിക്ക് വിമതശല്യമുള്ള സ്ഥലങ്ങൾ ഞാൻ പറയാം. ഉള്ളൂരുണ്ട്, ചെമ്പഴന്തി, വാഴോട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം. ഈ സ്ഥലങ്ങളിൽ ഇടതുമുന്നണിക്ക് വിമതന്മാരുണ്ട്. ഉള്ളൂരിൽ മത്സരിക്കുന്നത് എൻ്റെ അടുത്ത ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ കെ ശ്രീകണ്ഠനാണ്. കെ ശ്രീകണ്ഠൻ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിരുന്നു. പലതവണ പറഞ്ഞു പറ്റിച്ചു കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ടാണ് ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കുന്നത്. ചെമ്പഴന്തിയിലും വാഴോട്ടുകോണത്തും കാച്ചാണിയിലും ഒക്കെ കടകംപള്ളി സുരേന്ദ്രനെതിരെ തന്നെയാണ് മുദ്രാവാക്യം. കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അവരും വിമതനായി മത്സരിക്കുന്നത്. അങ്ങനെ ഉള്ളൂര്, ചെമ്പഴന്തി, വാഴോട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം സ്ഥലങ്ങളിൽ ഇടതുമുന്നണി വിമത ഭീഷണി നേരിടുന്നുണ്ട്. 5 ഇടങ്ങളിൽ കുറേ വോട്ടുകൾ അവർ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇങ്ങോട്ട് UDFിൽ 7 സ്ഥലത്താണ് വിമതന്മാരുള്ളത്. ഈ പേട്ടയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ D. അനിൽകുമാർ INDC-കാരെയോ യൂത്ത് കോൺഗ്രസ്സുകാരെയൊന്നും 7 അയലത്ത് അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ D. അനിൽകുമാറിന്റെ പരാജയം ആഗ്രഹിക്കുന്നു. ആ വോട്ടുകൾ ഇനി BJPക്ക് പോകുമോ അതോ LDF സ്ഥാനാർത്ഥിയായ ദീപക്കിന് പോകുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവിടെ പക്ഷേ വിമതന്മാരോ അപരന്മാരോ മത്സരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മറ്റിടങ്ങളിൽ ഉള്ളൂരും വിഴിഞ്ഞത്തും UDFിനുമുണ്ട് വിമതന്മാർ. UDFിലെ വിമതന്മാർ ഉള്ളൂരിലും വിഴിഞ്ഞത്തും മത്സരിക്കുന്നുണ്ട്. ഒപ്പം ആറ്റിപ്ര, പൗണ്ട് കടവ്, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല എന്നീ ഭാഗങ്ങളിലും UDFന് വിമതന്മാർ മത്സരിക്കുന്നുണ്ട്. ഈ വിമതശല്യവും അപരശല്യവും തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ഘടകമായി മാറും. കാരണം 7ഉം 5ഉം എത്രയായി? 12 സ്ഥലങ്ങളിൽ വിമതന്മാർ. കണ്ണമ്മൂല നോക്കുമ്പോൾ 5 രാധാകൃഷ്ണന്മാർ, 4 പേർ അപരന്മാർ.
അപ്പോൾ ഈ വാർഡുകൾ ഏകദേശം 13 വാർഡുകളിലെ വിജയത്തെ നിശ്ചയിക്കുന്നത് വിമതന്മാരും അപരന്മാരുമായിരിക്കും. ഈ 13 വാർഡുകളിൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, 13 വാർഡുകളിൽ ഏതെങ്കിലും മുന്നണി, ഇടതു മുന്നണി 13 വാർഡുകളിലും തോൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പോട്ട് വലതു മുന്നണി ഈ സ്ഥലങ്ങളിൽ എന്താകും സ്ഥിതി? ഈ 13-ൽ 5 സ്ഥലത്ത് ഇടത് വിമതന്മാർ ജയിക്കുകയാണെങ്കിൽ എന്താകും? 7 UDF വിമതന്മാർ ജയിക്കുകയാണെങ്കിൽ എന്താകും? ഇതൊക്കെ ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണേണ്ട വാർഡുകളായി മാറിയത് വിമതന്മാരെ കൊണ്ടും അപരന്മാരെ കൊണ്ടുമാണ്. ഏതായാലും ഒറിജിനൽ ആളുകൾക്ക് വിജയം കിട്ടട്ടെ എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥന. അവരും വോട്ടഭ്യർത്ഥിക്കാനൊക്കെ ഇറങ്ങി നടക്കുന്നുമുണ്ട്.